അഞ്ജലി ദേവദാസ് ബയോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സൈറ്റോസ്കെലിട്ടൺ. സൈറ്റോസ്കെലിട്ടൺ ഈസ് എ കോംപ്ലെക്സ് നെറ്റ്വർക്ക് ഓഫ് പ്രോട്ടീൻ ഫിലമെൻറ്റ് സിറ്റുവേറ്റഡ് വിത്തിൻ എ സെൽ സൈറ്റോപ്ലാസം. അപ്പോൾ സൈറ്റോസ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോട്ടീൻ ഫിലമെൻസിൻ്റെ ഒരു നെറ്റ്വർക്കാണ്. അത് സൈറ്റോപ്ലാസത്തിൽ കാണുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ പ്രിസർവിങ് ദ സെൽ ഷേപ്പ്, സ്ട്രെങ്ത് ആൻഡ് മൊബിലിറ്റി. അപ്പോൾ അതെന്തിനാണ്? സെല്ലിൻ്റെ ഷേപ്പ്, സ്ട്രെങ്ത്, അതുപോലെ അതിൻ്റെ മൊബിലിറ്റി ഒക്കെ പ്രിസർവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില പ്രോട്ടീൻ ഫിലമെൻസിൻ്റെ ഒരു നെറ്റ്വർക്കിനെയാണ് സൈറ്റോസ്കെലിട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ സൈറ്റോസ്കെലിറ്റൽ ഫിലമെൻസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ആക്റ്റിൻ ഫിലമെൻറ്റ്, ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ്, മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ഫിലമെൻറ്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ പ്രോട്ടീൻ സബ് യൂണിറ്റ് ദാറ്റ് കണക്ട് ത്രൂ വീക്ക് ബോൺസ്. അപ്പോൾ ഈ ഫിലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സബ് യൂണിറ്റ് കൊണ്ടുള്ള ഫിലമെൻസുകളാണ്. പരസ്പരം വീക്ക് ബോണ്ട് കൊണ്ടാണ് ഇവർ കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈച്ച് ടൈപ്പ് ഹാസ് ഇറ്റ്സ് ഓൺ ഡിസ്റ്റിങ് സ്ട്രക്ചർ, ബിഹേവിയർ ആൻഡ് ഫങ്ഷൻ വിത്തിൻ ദ സെൽ. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് മൈക്രോട്യൂബ്യൂൾസ്. മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ the microtubules are hollow cylindrical structures about 25 nanometer in diameter. അപ്പോൾ മൈക്രോട്യൂബിൾസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചറാണ്, 25 നാനോമീറ്റർ ആണ്. ആൻഡ് ദേ ആർ ഡൈനാമിക്, മീനിങ് ദേ ക്യാൻ ഗ്രോ ആൻഡ് ഷ്രിങ്ക്. ഇവർക്ക് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ അതിങ്ങനെ ഷ്രിങ്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. ആൻഡ് പോളറൈസ്ഡ്, ഹാവിങ് ഡിസ്റ്റിങ് എൻഡ്. മൈക്രോട്യൂബിൾസ് ആർ ഫൗണ്ട് ഇൻ ഓൾ യൂക്കാരോട്ടിക് സെൽ. അപ്പോൾ മൈക്രോട്യൂബിൾസ് എന്ന് പറയുമ്പോൾ എല്ലാ യൂക്കാരോട്ടിക് സെൽസിലും ഉണ്ട്. സോ മൈക്രോട്യൂബിൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഹോളോ സിലിണ്ടറിക്കൽ സ്ട്രക്ചറാണ്. അതിന് ഇങ്ങനെ ഗ്രോ ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ചുരുങ്ങാനും പറ്റും. പിന്നെ അതിന് എന്തെന്നാണ്, അത് എല്ലാ യൂക്കാരോട്ടിക് സെൽസിലും ഉള്ളതാണ് മൈക്രോട്യൂബിൾസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബേസിക് യൂണിറ്റ് ഓഫ് മൈക്രോട്യൂബിൾ എന്ന് പറയുന്നത് ട്യൂബുലിൻ ഡയമേഴ്സ്. അതിൽ 2 പ്രോട്ടീൻസ് വരുന്നുണ്ട്, ആൽഫ ട്യൂബുലിൻ ആൻഡ് ബീറ്റ ട്യൂബുലിൻ. അപ്പോൾ നോക്കിയേ, ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കേ, ഇതിൽ ഈ ഒരു ഗ്രീൻ കളർ പോർഷനാണ് ആൽഫ ട്യൂബുലിൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ പിങ്ക് കളർ പോർഷനാണ് ബീറ്റ ട്യൂബുലിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൽഫ ട്യൂബുലിൻ, ബീറ്റ ട്യൂബുലിൻ എന്ന് പറയുന്നതാണ് ട്യൂബുലിൻ ഡയമേഴ്സ്. ഓക്കെ, 2 തരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്, ആൽഫ ട്യൂബുലിൻ ആൻഡ് ബീറ്റ ട്യൂബുലിൻ. ദിസ് പ്രോട്ടീൻ ബൈൻഡ് ടുഗദർ ടു ഫോം എ ഹെട്രോഡൈമർ. അപ്പോൾ ഇങ്ങനെ ഈ പ്രോട്ടീൻസുകൾ ഇങ്ങനെ ബൈൻഡ് ചെയ്ത് ഒരു ഹെട്രോഡൈമർ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് മെനി ഡൈമേഴ്സ് ലിങ്ക് എൻഡ് ടു എൻഡ് ടു ഫോം എ ലോങ് ചെയിൻ നോൺ ആസ് പ്രോട്ടോഫിലമെന്റ്. അങ്ങനെ എന്താണ്, ഈ പ്രോട്ടീൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈൻഡ് ചെയ്ത് ഒരു ഹെട്രോഡൈമർ ഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഡൈമേഴ്സുകളും ലിങ്ക് ചെയ്താണ് എന്ത് പ്രോട്ടോഫിലമെന്റ് ഫോം ചെയ്യുന്നത്. Okay, a microtubule is constructed from 13 protofilaments arranged side by side in a cylindrical formation. അപ്പോൾ ഇതിങ്ങനെ 13 പ്രോട്ടോഫിലമെന്റ്സ് ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ രൂപത്തിൽ വന്നിട്ടുള്ളതാണ് മൈക്രോട്യൂബിളിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദർ മേ ബി 11 ഒടുങ്ങി 15 പ്രോട്ടോഫിലമെന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദി യൂഷ്വൽ 13. ചില സമയത്ത് 11 ഒടുങ്ങി 15 പ്രോട്ടോഫിലമെന്റ് ആണ്, എന്നാലും ചിലതിൽ 13 പ്രോട്ടോഫിലമെന്റ്സും കാണും. ഓൾ പ്രോട്ടോഫിലമെന്റ്സ് ആർ ഓറിയന്റഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. എല്ലാവരും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ്. അങ്ങനെയാണ് അതിനൊരു മൈക്രോട്യൂബിളിന് അതിൻ്റെതായിട്ടുള്ള ഒരു പൊളാരിറ്റി കിട്ടുന്നത്. അപ്പോൾ അതേ നോക്കിക്കേ, ഇത് ഇങ്ങനെ അതേ കണ്ടോ, എന്താണ്, ആൽഫ ട്യൂബുലിനുണ്ട്, ബീറ്റ ട്യൂബുലിനുണ്ട്. ഇതാണ് ട്യൂബുലിൻ ഡയമേഴ്സ്. ഈ ഡയമേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോയിട്ടുണ്ട്. കണക്ട് ചെയ്തിട്ടാണ് പ്രോട്ടോഫിലമെന്റ്സ് ആയിട്ടുള്ളത്. ഇതുപോലെ 13 പ്രോട്ടോഫിലമെന്റ്സുകൾ ഉണ്ടാകും. ഓക്കെ, അതിന്റെ ഡയറക്ഷൻ നോക്കിക്കേ, ഒരു എൻഡ് എന്ന് പറയുന്നത് പോസിറ്റീവ്, മറ്റേ എൻഡ് നെഗറ്റീവ് ആണ്. ദ പ്ലസ് എൻഡ് ഗ്രോ മോർ ക്വിക്ലി. അപ്പോൾ ഈ ഒരു പ്ലസ് എൻഡിലേക്കാണ് ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് പ്ലസ് എൻഡ് ആണ് പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നത്. അവിടെ ഒരു എക്സ്പോസ്ഡ് ബീറ്റ ട്യൂബുലിൻ ആണ്. അപ്പോൾ നോക്കി അറ്റത്ത് നോക്കിക്കേ, ബീറ്റ ട്യൂബുലിൻ ആണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി മൈനസ് എൻഡ് നോക്കിക്കേ. മൈനസ് എൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വളരെ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യുന്നതാണ്. അവിടെ ആൽഫ ട്യൂബുലിൻ ആണ് എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ആ ഫിഗർ നോക്കിയാൽ അറിയാം, പ്ലസ് എൻഡിന്റെ ഭാഗത്ത് ബീറ്റ ട്യൂബുലിനും മൈനസ് എൻഡിന്റെ ഭാഗത്ത് ആരാണ്, ആൽഫ ട്യൂബുലിൻ ആണുള്ളത്. ടിപ്പിക്കലി ആൽഫ സബ് യൂണിറ്റ് അലൈൻ നെസ്റ്റ് ടു alpha subunit and beta nest to beta. However, at a unique location called the same, alpha and beta subunit align side by side. സാധാരണ ഇതിങ്ങനെ അലൈൻ ചെയ്യുമ്പോൾ ആൽഫ സബ് യൂണിറ്റിൻ്റെ അടുത്ത് ആൽഫ സബ് യൂണിറ്റുകളായിരിക്കും, ബീറ്റയുടെ അടുത്ത് ബീറ്റ സബ് യൂണിറ്റുകളായിരിക്കും. പക്ഷെ ചില ലൊക്കേഷനിൽ ആൽഫയും ബീറ്റയും ഇങ്ങനെ സൈഡ് ബൈ സൈഡ് വരാറുണ്ട്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദർ സിന്തസിസ് ട്യൂബുലിൻ പ്രോട്ടീൻ മേ അണ്ടർഗോ സെവറൽ കെമിക്കൽ മോഡിഫിക്കേഷൻ ഇൻക്ലൂഡിംഗ് ഫോസ്ഫോറൈലേഷൻ, അസറ്റലൈസേഷൻ,
സൊമോയിലേഷൻ, പോളിഗ്ലൂട്ടമൈലേഷൻ. ഓക്കെ, അതായത് ഈ പറയുന്ന ഇത് ഇങ്ങനെ സിന്തസൈസ് ചെയ്തതിനനുസരിച്ച് ട്യൂബുലിൻ പ്രോട്ടീൻസിന് എന്താണ് കുറെ കെമിക്കൽ മോഡിഫിക്കേഷൻ അണ്ടർഗോ ചെയ്യാറുണ്ട്. ലൈക്ക് ഫോസ്ഫോറൈലേഷൻ, അസറ്റലൈസേഷൻ, സൊമലൈഷൻ, പോളിഗ്ലൂട്ടമലൈഷൻ, അങ്ങനെ കുറച്ച് പ്രോസസ്സിൽ കൂടെ അവർ കുറച്ച് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ അവർ അണ്ടർഗോ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഈ സൈറ്റോസ്കെൽട്ടൺ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് 3 ടൈപ്സ് ഉണ്ട്. ആക്റ്റിൻ ഫിലമെന്റ്, ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്, മൈക്രോട്യൂബിൾസ്. മൈക്രോട്യൂബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഈ പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുറെ സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആണ്. അതിങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ട്, ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് ഇങ്ങനെ 2 ഡൈമേഴ്സ് രൂപം കൊണ്ടിട്ട് 2 ഡൈമേഴ്സ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ട്യൂബുലിൻ ഡൈമേഴ്സ് എന്ന് പറയുമ്പോൾ അതാണ് അവരുടെ ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ഡൈമേഴ്സ് എന്ന് പറയുമ്പോൾ ആൽഫ ട്യൂബുലിനും ബീറ്റ ട്യൂബുലിനും ഉണ്ടാവാറുണ്ട്. പിന്നെ ഇങ്ങനെ ഡൈമേഴ്സുകൾ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് ഒരു പ്രോട്ടോ ഫിലമെന്റ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ 13 പ്രോട്ടോൺ ഫിലമെന്റ് അടങ്ങുന്നതാണ് ഈ പറയുന്ന മൈക്രോട്യൂബിൾ. പിന്നെ അവരുടെ സൈൻ നോക്കുകയാണെങ്കിൽ, ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു പ്ലസ് എൻഡ് ഉണ്ട്, ഒരു മൈനസ് എൻഡ് ഉണ്ട്. പ്ലസ് എൻഡിന്റെ ഭാഗത്ത് എപ്പോഴും ബീറ്റ ട്യൂബുലിൻ ആയിരിക്കും എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. മൈനസ് എൻഡിന്റെ ഭാഗത്ത് എന്താണ് നമ്മളുടെ ആൽഫ ട്യൂബുലിൻ ആയിരിക്കുള്ളൂ എക്സ്പോസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഈ ട്യൂബുലിൻ ഇങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് ട്യൂബുലിൻ പ്രോട്ടീൻസിന് ചില കെമിക്കൽ മോഡിഫിക്കേഷൻ അവർ അണ്ടർഗോ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം, മൈക്രോ ട്യൂബുലിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതൊരു ഹോളോ സിലിണ്ടറിക്കൽ ട്യൂബാണ്. 13 പ്രോട്ടോ ഫിലമെന്റ്സിലുണ്ട്. ഈ പ്രോട്ടോ ഫിലമെന്റ്സിലുള്ള ട്യൂബുലിൻ ഡൈമേഴ്സ് ആണ് ആൽഫ ട്യൂബുലിനും ബീറ്റ ട്യൂബുലിനും. ഓക്കെ, അത് ഇങ്ങനെ ഒരു സെയിം ഡയറക്ഷനിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് മൈക്രോ ട്യൂബിൾ സ്ട്രക്ചേഴ്സ്, അതായത് 3 രീതിയിൽ പറയുന്നുണ്ട്. സിംഗ്ലറ്റ് മൈക്രോ ട്യൂബിൾ, ഡബ്ലറ്റ് മൈക്രോട്യൂബിൾ, ട്രിപ്ലറ്റ് മൈക്രോട്യൂബിൾ. ഓക്കെ, അപ്പൊ സിംഗ്ലറ്റ് മൈക്രോട്യൂബിൾ എന്ന് പറഞ്ഞാൽ അതിൽ 13 പ്രോട്ടോ ഫിലമെന്റ്സ് ഉണ്ട്. അത് നമ്മളുടെ സൈറ്റോപ്ലാസത്തിലാണ് കോമൺലി കാണുന്നത്. ഓക്കെ, ഇനി ഡബ്ലറ്റ് മൈക്രോട്യൂബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഫ്യൂസ്ഡ് മൈക്രോട്യൂബിൾസ്. അതായത് ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇതാണ് ഡബ്ലറ്റ്. ഓക്കെ, അപ്പൊ സിംഗ്ലറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സൈറ്റോപ്ലാസത്തിൽ കാണുന്നതാണ്. ഡബ്ലറ്റ് മൈക്രോട്യൂബിൾസ് കാണുന്നത് സീലിയയിലും ഫ്ലജലിയിലുമാണ്. ഓക്കെ, അപ്പൊ ഇവർക്ക് നോക്കിക്കേ, അതിൽ എ ട്യൂബ്യൂളിൽ 13 പ്രോട്ടോ ഫിലമെന്റ്സ്, അതായത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ബി ട്യൂബ്യൂൾ ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആണ്. അതിലൊരു 10 അല്ലെങ്കിൽ 11 പ്രോട്ടോ ഫിലമെന്റ്സുകൾ ഉണ്ടാകുള്ളൂ. ഇത് നമ്മളുടെ സീലിയം ഫ്ലജലയുടെ സ്ട്രക്ചേഴ്സിലാണ് ഡബ്ലറ്റ് ആയിട്ടുള്ള മൈക്രോട്യൂബിൾസ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ട്രിപ്ലറ്റ് മൈക്രോട്യൂബിൾസ് എവിടെയൊക്കെ കാണും, ബേസൽ ബോഡീസ്, സെൻട്രിയോൾസിലൊക്കെയാണ് എന്ത് ട്രിപ്ലറ്റ് മൈക്രോട്യൂബിൾസ്. ഓക്കെ, അപ്പൊ അതിൽ നോക്കിയാൽ അതിൽ എ ട്യൂബ്യൂൾ, ബി ട്യൂബ്യൂൾ, സി ട്യൂബ്യൂൾ, അങ്ങനെ കുറെ ട്യൂബ്യൂൾസുകളുണ്ട്. 3 ഉണ്ട്. അതിൽ എ ട്യൂബ്യൂൾ കംപ്ലീറ്റ് ആണ്. ബി ട്യൂബ്യൂളും സി ട്യൂബ്യൂളും എങ്ങനെയാണ്, ഇൻകംപ്ലീറ്റ് രൂപത്തിലാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത് എവിടെയൊക്കെ കാണണം, ഇത് നമ്മളുടെ ബേസൽ ബോഡീസ്, സെൻട്രിയോൾസ്. ബേസൽ ബോഡി എന്ന് പറയുന്നത് നമ്മളുടെ ഫ്ലജല്ലയുടെയും സീലിയയുടെ ഒക്കെ ബേസിൽ കാണുന്ന ഒരു ഭാഗമാണ് ബേസൽ ബോഡി എന്ന് പറയുന്നത്. അവിടെയും പിന്നെ സെൻട്രോസോമിന്റെ ഉള്ളിലായിട്ടുള്ള സെൻട്രിയോൾസ് എന്ന് പറയുന്ന ഭാഗത്തൊക്കെയാണ് എന്ത് ട്രിപ്ലറ്റ് മൈക്രോട്യൂബിൾസ് കാണുന്നത്. ഓക്കെ, ഇനി എന്താണ് മൈക്രോട്യൂബിൾ ഓർഗനൈസിംഗ് സെന്റർ നോക്കാം, MTOC. Okay, so microtubules originate and organize from a designated area known as microtubule organizing center. അപ്പോൾ മൈക്രോട്യൂബിൾസ് ഒറിജിനേറ്റ് ചെയ്യുന്ന ഏരിയനെയാണ്, അതാ ഫിഗർ നോക്കിക്കുക, MTOC കണ്ടോ, മൈക്രോട്യൂബിൾ ഓർഗനൈസ് ചെയ്യുന്ന ആ ഒരു ഏരിയനെയാണ് എന്തെന്ന് പറയുന്നത്, മൈക്രോട്യൂബിൾ ഓർഗനൈസിംഗ് സെന്റർ എന്ന് പറയുന്നത്. ഇൻ അനിമൽ സെൽ ഇറ്റ് ഇസ് ടിപ്പിക്കലി ഫൗണ്ട് നിയർ ദ ന്യൂക്ലിയസ്. അനിമൽ സെൽസിലാണെങ്കിൽ ന്യൂക്ലിയസിന്റെ അടുത്തായിട്ടാണ് കാണുന്നത്. The minus end of the microtubule anchor at the MTOC while the plus end extend outward. അപ്പോൾ ഈ പറയുന്ന മൈക്രോട്യൂബിളിന്റെ മൈനസ് എൻഡ് ആയിക്കോളൂ MTOCയുടെ അടുത്ത് ഉണ്ടാവുന്നത്, പ്ലസ് എൻഡ് അവിടെ നിന്ന് പുറത്തേക്ക് ആയിക്കോളൂ പ്ലസ് എൻഡ് കാണിക്കുന്നത്. ഓക്കെ, ഇനി മെയിൻ പ്രോട്ടീൻ ഇൻ MTOC. അപ്പോൾ ഈ ഒരു മൈക്രോട്യൂബിൾ ഓർഗനൈസിംഗ് സെന്ററിൽ ഉള്ള മെയിൻ പ്രോട്ടീൻ ആണ് ഗാമ ട്യൂബുലിൻ എന്ന് പറയും. While it does not independently form microtubule, it play a vital role in initiating their formation. അതായത് മൈക്രോട്യൂബിളിന്റെ അതായത് ഈ ഒരു ഗാമ ട്യൂബുലിൻ എന്ന് പറയുന്നത് മൈക്രോട്യൂബിൾസ് ഫോം ചെയ്യാൻ ഇൻഡയറക്ട്ലി ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിലും അത് അതിന്റെ ഫോർമേഷനെ ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടി അവർ ഒരു ഗാമ ട്യൂബുലിൻ റിംഗ് കോംപ്ലക്സ് ഫോം ചെയ്യും. അതിൽ നിന്നാണ് മൈക്രോട്യൂബിളിന്റെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗാമ ട്യൂബുലിൻ എന്താ ചെയ്യുന്നത്, നേരിട്ട് മൈക്രോട്യൂബിൾ ഉണ്ടാക്കിയല്ലോ ചെയ്യുന്നത്, ബട്ട് അതിന്റെ ഒരു ഇനിഷ്യേഷൻ പ്രോസസ് എന്ന നിലക്ക് അവരൊരു ഗാമ ട്യൂബുലിൻ റിംഗ് കോംപ്ലക്സ് ഫോം ചെയ്യും. എന്നിട്ട് അതിൽ നിന്നാണ് മൈക്രോട്യൂബിളിന്റെ ഗ്രോത്ത് ഫോം ചെയ്യുന്നത്.
ഇനി ഓരോന്നിലും ഓരോ ഓർഗാനിസത്തിലുള്ള എക്സാമ്പിൾസ് നോക്കാം. ഇൻ സിനോപ്പസ് എഗ് അനദർ പ്രോട്ടീൻ കോൾഡ് XMAP215 അസിസ്റ്റ് ഇൻ ഇനിഷ്യേറ്റിംഗ് മൈക്രോട്യൂബിൾസ്. അപ്പോൾ ഓരോ ഓർഗാനിസത്തിലും ഓരോ ഡിഫറൻസ് പറയുന്നുണ്ട്. ഇപ്പോൾ സിനോപ്പസ് എഗ്ഗിൽ ഒരു XMAP215 എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് മൈക്രോട്യൂബിൾ ഫോർമേഷന് ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈസ്റ്റിലാണെങ്കിൽ സ്പിൻഡിൽ പോൾ ബോഡീസ് ആണ് മൈക്രോട്യൂബിൾ ഓർഗനൈസിംഗ് സെന്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. Which do not contain centrioles and help organize two types of microtubules. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പിൻഡിൽ പോൾ ബോഡീസ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് തരത്തിലുള്ള മൈക്രോട്യൂബിൾസ് ഉണ്ട്. ന്യൂക്ലിയർ മൈക്രോട്യൂബിൾസ് ആൻഡ് സൈറ്റോപ്ലാസ്മിക് മൈക്രോട്യൂബിൾസ്. ന്യൂക്ലിയർ മൈക്രോട്യൂബിൾസ് ആണ് ക്രോമസോം മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. സൈറ്റോപ്ലാസ്മിക് മൈക്രോട്യൂബിൾസ് ആണ് ന്യൂക്ലിയസിന്റെ പൊസിഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിന്റെ കേസിലാണ്, ഈസ്റ്റിന്റെ കേസിലുള്ള സ്പിൻഡിൽ പോൾ ബോഡീസിലുള്ള രണ്ട് തരത്തിലുള്ള മൈക്രോട്യൂബിൾസുകളാണ്. അതായത് അത് ഹെൽപ്പ് ചെയ്യുന്ന, അതായത് രണ്ട് തരത്തിലുള്ള മൈക്രോട്യൂബിൾസ് ഓർഗനൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ് സ്പിൻഡിൽ പോൾ ബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈസ്റ്റിന്റെ കേസിലാണ്. പ്ലാന്റ്സിലാണെങ്കിൽ അവർക്ക് എന്താണ്, അവരുടെ മൈക്രോട്യൂബിൾ ഓർഗനൈസിങ് സെന്റേഴ്സിന് സെൻട്രിയോൾസ് ഇല്ല, ബട്ട് സ്റ്റിൽ പെർഫോം ദി സെയിം ഫങ്ഷൻ. ഓക്കെ, ഇനി എന്താണ് മൈക്രോട്യൂബിൾ പോളിമറൈസേഷൻ ആൻഡ് ഡൈനാമിക്സ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, മൈക്രോട്യൂബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ചില പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് ആണ്, പ്രോട്ടീൻ ഫിലമെന്റ് സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സ് ആണ്. അത് കുറെ ഡൈമേഴ്സ് കൊണ്ട് ഫോം ചെയ്തിട്ടാണ്. ആൽഫ ട്യൂബിലിൻ, ബീറ്റ ട്യൂബിലിൻ എന്ന് പറയുന്ന ഡൈമേഴ്സ് കൊണ്ട് ഫോം ചെയ്തിട്ടാണ്. ഡൈമേഴ്സ് ജോയിൻ ചെയ്ത് പ്രോട്ടോഫിലമെന്റ്സുകൾ ഉണ്ടാകും. അങ്ങനെ 13 പ്രോട്ടോഫിലമെന്റ്സ് അടങ്ങുന്നതാണ് ഈ പറയുന്ന മൈക്രോട്യൂബിൾസ് എന്ന് പറയുന്നത്. അതിനൊരു പ്ലസ് എൻഡും മൈനസ് എൻഡ്. പ്ലസ് എൻഡിന്റെ ഭാഗത്ത് ബീറ്റ ട്യൂബിലിനാണ് എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് എൻഡിന്റെ ഭാഗത്ത് അവിടെ ആൽഫ ട്യൂബിലിനാണ് എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഓരോ സ്ട്രക്ചേഴ്സും, അതായത് ഓരോ സ്ഥലത്തും പലതരത്തിലുള്ള മൈക്രോട്യൂബിൾ സ്ട്രക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. ലൈക്ക് സിംഗ്ലറ്റ് സ്ട്രക്ചർ, ഡബ്ലറ്റ് സ്ട്രക്ചർ, ട്രിപ്ലറ്റ് സ്ട്രക്ചർ. സിംഗ്ലറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആകെ 13 പ്രോട്ടോഫിലമെന്റ്സ് ആണ് സൈറ്റോപ്ലാസത്തിൽ കാണുന്നത്. ഡബ്ലറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള 13 പ്രോട്ടോഫിലമെന്റ്സും പിന്നെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു 10-11 പ്രോട്ടോഫിലമെന്റ്സ് അടങ്ങുന്ന രണ്ടെണ്ണം ആയിട്ടുള്ള രീതിയിലാണ് ഡബ്ലറ്റ്. അത് സീലിയ ഫ്ലജലേനാണുള്ളത്. ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞാൽ ബേസൽ ബോഡിയിലും സെൻട്രിയോൾസിലാണ് കാണുന്നത്. ABC അങ്ങനെ 3 ട്യൂബ്യൂൾസ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അതിൽ A മാത്രമേ കംപ്ലീറ്റ് ഉള്ളൂ, ബാക്കി രണ്ടും ഇൻകംപ്ലീറ്റ് ആണ്. പിന്നെ മൈക്രോട്യൂബിൾ ഓർഗനൈസിംഗ് സെന്റർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് മൈക്രോട്യൂബിളിന്റെ ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു MTOCയുടെ അവിടെ ഉള്ള ഒരു പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീൻ ആണ് എന്ത് ചെയ്യുന്നത്, പ്രോട്ടീൻ നേരിട്ട് മൈക്രോട്യൂബിൾ ഉണ്ടാക്കിയല്ല, ബട്ട് അതിന്റെ ഫോർമേഷനുള്ള ഗാമ ട്യൂബിലിൻ റിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗാമ ട്യൂബിലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മൈക്രോട്യൂബിൾ പോളിമറൈസേഷൻ ആൻഡ് ഡൈനാമിക്സ്. മൈക്രോട്യൂബിൾസ് ആർ ഹൈലി ഡൈനാമിക്, കണ്ടിന്യൂസ്ലി ഗ്രോയിങ് ആൻഡ് ഷ്രിങ്കിങ്. അപ്പോൾ ഈ മൈക്രോട്യൂബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്. ദേ ഫോം ത്രൂ എ പ്രോസസ് നോൺ ആസ് ന്യൂക്ലിയേഷൻ ഇലോങ്ങേഷൻ മെക്കാനിസം. അപ്പോൾ ഇവരിങ്ങനെ ന്യൂക്ലിയേഷൻ ഇലോങ്ങേഷൻ മെക്കാനിസം വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂക്ലിയേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനിഷ്യലി എ സ്മോൾ മൈക്രോട്യൂബിൾ ന്യൂക്ലിയസ് ഫോം. അപ്പോൾ ന്യൂക്ലിയേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ മൈക്രോട്യൂബിളിന്റെ ആദ്യം തന്നെ ഒരു ന്യൂക്ലിയസ്, ഒരു സ്മോൾ മൈക്രോട്യൂബിൾ ന്യൂക്ലിയസ് ആണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദിസ് സ്റ്റെപ്പ് ഈസ് സ്ലോ ആൻഡ് ചലഞ്ചിങ് അണ്ടർ നോർമൽ കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. The gamma tubulin ring complex facilitate this process and cap the minus end. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ന്യൂക്ലിയേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു ചെറിയ മൈക്രോട്യൂബിൾ ന്യൂക്ലിയസ് ഫോം ചെയ്യും. ഈ ഒരു സ്റ്റെപ്പ് സ്ലോ ആണ്. നമ്മളുടെ ഗാമ ട്യൂബിലിൻ റിംഗ് കോംപ്ലക്സ് ആണ് ഈ ഒരു പ്രോസസ്സ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. പിന്നെ ആദ്യം തന്നെ ഫോം ചെയ്യുന്നത് മൈനസ് എൻഡ് ആയിരിക്കുള്ളൂ. പക്ഷെ മൈനസ് എൻഡ് ഉണ്ടായാൽ അതിനപ്പം തന്നെ ക്യാപ്പ് ചെയ്ത് വെക്കും. കാരണം അതിൽ നിന്ന് പിന്നെ ഗ്രോ നടക്കാതിരിക്കാനായിട്ട് ആദ്യം തന്നെ മൈനസ് എൻഡിനെ ക്യാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇലോങ്ങേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന സ്ലോ ന്യൂക്ലിയേഷൻ ഫേസ് കഴിഞ്ഞിട്ട് മൈക്രോട്യൂബിൾസ് ഇങ്ങനെ റാപ്പിഡ്ലി ഗ്രോ ചെയ്തിരിക്കും. ദ ട്യൂബിലിൻ ഡൈമേഴ്സ്, അതായത് ആൽഫ ബീറ്റ ട്യൂബിലിൻ, അവരിങ്ങനെ ഫിലമെന്റിന്റെ പ്ലസ് എൻഡിലേക്കാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്യുക്ക് മൈക്രോട്യൂബിൾ ഇലോങ്ങേഷൻ, പെട്ടെന്ന് ഇങ്ങനെ മൈക്രോട്യൂബിൾ ഇലോങ്ങേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൈനസ് എൻഡ് ആണ് ഫോം ചെയ്യുന്നതെങ്കിലും അതിനെ ക്യാപ്പ് ചെയ്ത് വെക്കും. എപ്പോഴും ഇങ്ങനെ ഗ്രോത്ത് നടക്കുന്നത് പ്ലസ് എൻഡിൽ നിന്നായിരിക്കുള്ളൂ. ഓക്കെ, അതാണ് ഇലോങ്ങേഷൻ ഫേസ്. ഇനി സ്റ്റഡി സ്റ്റേറ്റ് ഫേസ്, എ ബാലൻസ് ഈസ് സ്ട്രക്ക് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഷ്രിങ്കേജ്. ഇപ്പോൾ ഗ്രോത്തിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്, ഷ്രിങ്കേജിനെയാണ്, അതായത് ഇങ്ങനെ ചുരുങ്ങി വരുന്നതിനെയാണ് ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഗ്രോത്തും ഷ്രിങ്കിനും ഇടയിൽ ഒരു സ്റ്റക്ക് വരുമല്ലോ, ഒരു ബാലൻസ് വരുമല്ലോ, അതാണ് സ്റ്റഡി സ്റ്റേറ്റ് ഫേസ് എന്ന് പറയുന്നത്. ദ പ്ലസന്റ് ചേഞ്ചസ് മോർ റാപ്പിഡ്ലി ദാൻ മൈനസ് എൻഡ്. അപ്പോൾ മൈനസ് എൻഡിനേക്കാളും പെട്ടെന്ന് ചേഞ്ച് വരുന്നത് പ്ലസ് എൻഡിലാണ്. ദ റേറ്റ് ഓഫ് പോളിമറൈസേഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ
അവൈലബിലിറ്റി ഓഫ് ഫ്രീ ട്യൂബുലിൻ ഡൈമേഴ്സ് ഇൻ ദ സൈറ്റോപ്ലാസം. അതായത് നമുക്കിങ്ങനെ ഫ്രീ ട്യൂബുലിൻ ഡൈമേഴ്സ് ഉണ്ടെങ്കിലാണല്ലോ അതിലേക്ക് ഇങ്ങനെ അടുത്ത ആൾ ആഡ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ കൂടുതൽ ഫ്രീ ട്യൂബുലിൻ ഡൈമേഴ്സ് ഉണ്ടെങ്കിൽ ഫാസ്റ്റർ പോളിമറൈസേഷൻ നടക്കും. ഫ്രീ ട്യൂബുലിൻ കുറവാണെങ്കിൽ പോളിമറൈസേഷൻ കുറവായിരിക്കുള്ളൂ. എന്തായാലും ഹൗവർ ദ റേറ്റ് ഓഫ് ഡീപോളിമറൈസേഷൻ ഈസ് അൺഅഫക്റ്റഡ് ബൈ ദ എമൗണ്ട് ഓഫ് ഫ്രീ ട്യൂബുലിൻ. പക്ഷേ ഈ ഷ്രിങ്കേജ് നടക്കുന്നത് ഈ പറയുന്ന ഫ്രീ ട്യൂബുലിനായിട്ട് റിലേറ്റഡ് അല്ല, പക്ഷെ പോളിമറൈസേഷൻ നടക്കുന്നത് ഫ്രീ ട്യൂബുലിനായിട്ട് റിലേറ്റഡ് ആണ്. ഇനി അടുത്തത് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ. ദിസ് ഇസ് ദ ട്യൂബുലിൻ കോൺസെൻട്രേഷൻ അറ്റ് വിച്ച് ദ റേറ്റ് ഓഫ് പോളിമറൈസേഷൻ ഈക്വൽസ് ദ റേറ്റ് ഓഫ് പോളിമറൈസേഷൻ. അതായത് ഈ ഒരു സമയത്ത് പോളിമറൈസേഷൻ്റെ റേറ്റും പോളിമറൈസേഷൻ്റെ റേറ്റും ഈക്വൽ ആയിട്ട് വരും. അതിനെയാണ് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇഫ് ട്യൂബുലിൻ കോൺസെൻട്രേഷൻ എക്സിഡ്സ് ദ ക്രിട്ടിക്കൽ ത്രെഷോൾഡ് മൈക്രോട്യൂബിൾ ഗ്രോ. അതായത് രണ്ടും ഒരു ഈക്വൽ ആയിട്ട് വരുന്ന ഒരു സെയിം റേറ്റിനാണ് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ. അതിനേക്കാളും കുറച്ച് കൂടി വന്നാൽ മൈക്രോട്യൂബിൾ ഗ്രോ ചെയ്തു എന്ന് അർത്ഥം. അതിൽ നിന്ന് കുറഞ്ഞാൽ മൈക്രോട്യൂബിൾ ഷ്രിങ്ക് ചെയ്തു എന്നാണ് അർത്ഥം. ദ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ ഈസ് ലോവർ ഫോർ പ്ലസന്റ് ആൻഡ് ഹയർ ഫോർ ദ മൈനസ് എൻഡ്. ഓക്കെ, അതായത് പ്ലസന്റിന്റെ ഭാഗത്ത് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ കുറവായിരിക്കുള്ളൂ, മൈനസിന്റെ ഭാഗത്ത് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കുള്ളൂ. ഓക്കെ, സോ ദ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ ഈസ് ലോവർ ഫോർ പ്ലസന്റ് ആൻഡ് ഹയർ ഫോർ മൈനസ് എൻഡ് റിസൾട്ടിങ് ഇൻ ഗ്രോത്ത് അറ്റ് പ്ലസന്റ്. അപ്പോൾ എപ്പോഴും പ്ലസന്റിലാണ് ഇങ്ങനെ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, മൈനസ് എൻഡിൽ ഡയമേഴ്സ് ലോസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അടുത്തതാണ് ത്രെഡ് മില്ലിംഗ്. ത്രെഡ് മില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഫിനോമിനൻ ഒക്കർ വെൻ ദ പ്ലസന്റ് ഗെയിൻസ് ട്യൂബുലിൻ. അപ്പോൾ ത്രെഡ് മില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ പ്ലസന്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ട്യൂബുലിൻ വന്നുകൊണ്ടിരിക്കും, അതാണ് ഗ്രോത്ത് നടക്കുന്നത്. മൈനസ് എൻഡിന്റെ ഭാഗത്ത് എന്താണ്? ഷ്രിങ്കേജ്, അതായത് ഇങ്ങനെ ചുരുങ്ങി വരും. രണ്ടും ഒരേ സമയം, അതായത് മോളിൽ നിന്ന് ഇങ്ങനെ കയറി വരും, താഴെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ചുരുങ്ങിക്കൊണ്ടിരിക്കും. സോ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ത്രെഡ് മില്ലിംഗ് എന്ന് പറയുന്നത്. സോ കോൺസിക്വന്റ്ലി ദ ഓവറോൾ ലെങ്ത് ഓഫ് ദ മൈക്രോട്യൂബിൾ റിമെയിൻ കോൺസ്റ്റന്റ്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്? മൈക്രോട്യൂബിളിന്റെ ലെങ്ത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതിനെയാണ് ത്രെഡ് മില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്താ മൈക്രോട്യൂബിൾ പോളിമറൈസേഷന് ഫേസസ് എന്തൊക്കെയാണ്? ന്യൂക്ലിയേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്ലോ ഫേസ് ആണ്. അവിടെ ഫസ്റ്റ് മൈക്രോട്യൂബിളിലെ ന്യൂക്ലിയസ് ആണ് ഫോം ചെയ്യുന്നത്. അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ഗാമ ട്യൂബുലിൻ റിംഗ് കോംപ്ലക്സ്. അതിൽ നിന്നാണ് ഫസ്റ്റ് ഫോം ചെയ്യുന്നത് മൈക്രോട്യൂബിൾസ്. മൈനസിന്റെ ആദ്യം ഫോം ചെയ്യുമ്പോൾ അതിനപ്പം തന്നെ ക്യാപ്പ് ചെയ്ത് വെക്കും. ഈ ലോങ്ങേഷൻ ഫേസിൽ ഇങ്ങനെ ട്യൂബിൾ ഡൈമേഴ്സ് ആഡ് ചെയ്ത് പ്ലസന്റിലേക്കാണ് ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർക്ക് രണ്ടും ഇടയിൽ ഒരു ബാലൻസ് വരുന്നുണ്ട്. പിന്നെ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പോളിമറൈസേഷൻ്റെ റേറ്റും ഡീപോളിമറൈസേഷൻ റേറ്റും ഈക്വൽ ആയിട്ട് വരും. അതിൽ കൂടുതൽ വന്നാൽ എന്താ സംഭവിക്കുക? മൈക്രോട്യൂബിൾസ് ഗ്രോ ചെയ്യും. അതിൽ കുറഞ്ഞാൽ മൈക്രോട്യൂബിൾസ് ഷ്രിങ്ക് ചെയ്യും. ത്രെഡ് മില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ ഇങ്ങനെ ആഡ് ചെയ്ത് പ്ലസന്റിൽ ഇങ്ങനെ ആഡ് ചെയ്ത് വരും, താഴെ എന്താണ്? ഇങ്ങനെ റിമൂവ് ചെയ്ത് പോകും. ഓക്കെ, അതാണ് ത്രെഡ് മില്ലിംഗ് എന്ന് പറയുന്നത്. അടുത്ത റോൾ ഓഫ് GTP ഇൻ മൈക്രോട്യൂബിൾ ഡൈനാമിക്സ്. ഈച്ച് ട്യൂബിൾ ഡൈമർ ഹാസ് 2 ബൈൻഡിങ് സൈറ്റ് ഫോർ GTP. ഓക്കെ, അപ്പോൾ ഈ ട്യൂബുലിൻ ഡൈമേഴ്സിന് GTPക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്ന 2 സൈറ്റുകളുണ്ട്. ആൽഫ ട്യൂബുലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? GTP is neither hydrolyzed nor exchanged. ബീറ്റ ട്യൂബുലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? GTP can be hydrolyzed to GDP and exchanged with free GTP. ഓക്കെ, അപ്പോൾ എന്താണ്? രണ്ടുപേർക്കും GTPക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്ന ഏരിയ ഉണ്ട്. ആൽഫ ട്യൂബുലിന്റെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ GTP അങ്ങനെ ഹൈഡ്രലൈസ് ചെയ്യുന്നില്ല. പക്ഷേ ബീറ്റ ട്യൂബുലിൻ നമുക്കറിയാം പ്ലസന്റിന്റെ ഭാഗത്തുള്ളതാണ്. അവിടെ GTP എന്തായാലും ഹൈഡ്രലൈസ് ചെയ്ത് GDP ഫോം ചെയ്യുന്നുണ്ട്. തസ് ട്യൂബുലിൻ ഡൈമർ എക്സിസ്റ്റ് ഇൻ 2 ഫോംസ്. അപ്പോൾ ട്യൂബുലിൻ ഡൈമേഴ്സ് എന്താണ്? 2 ഫോമിലുണ്ട്. ടി ഫോമിലുണ്ട്, ഡി ഫോമിലുണ്ട്. ടി ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ബീറ്റ ട്യൂബുലിന്റെ കൂടെ GTP ഉണ്ടാകും. ഡി ഫോം എന്ന് പറഞ്ഞാൽ ബീറ്റ ട്യൂബുലിന്റെ കൂടെ GDP ആയിരിക്കും ഉണ്ടാകുന്നത്. ഇൻ ദ സൈറ്റോപ്ലാസം ഫ്രീ ട്യൂബുലിൻ ഡൈമേഴ്സ് ആർ ജനറലി ഇൻ ദ ടി ഫോം. അതായത് സൈറ്റോപ്ലാസത്തിൽ എപ്പോഴും ട്യൂബുലിൻ ഡൈമേഴ്സ് ഇങ്ങനെ ടി ഫോമിലാണ്. ടി ഫോമാണ് GTP ബൗണ്ട്. ഓക്കെ, അപ്പോൾ ഇൻകോംപ്രഷൻ ഇൻ ടു മൈക്രോട്യൂബിൾ GTP ഓൺ ബീറ്റ ട്യൂബുലിൻ ഇസ് ഗ്രാജുവലി ഹൈഡ്രലൈസ് ടു GDP. അതായത് ഈ മൈക്രോട്യൂബിളിലേക്ക് വരുമ്പോൾ എന്താണ്? GTP ഹൈഡ്രലൈസ് ചെയ്ത് GDP ആവുന്നുണ്ട്. ആൻഡ് ഓവർ ടൈം ഓൾഡർ സെക്ഷൻ ഓഫ് മൈക്രോട്യൂബിൾ ബിക്കം GDP ബൗണ്ട്. ഓക്കെ, സോ എഫക്ട് ഓഫ് GTP ഹൈഡ്രലൈസ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നോക്കുക. ദ ഹൈഡ്രോലൈസിസ് ഓഫ് GTP വീക്കൺസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ട്യൂബുലിൻ ഡൈമേഴ്സ്. അതായത് ആ GTP എങ്ങാനും ബ്രേക്ക് ചെയ്ത് പോയിട്ട് GDP എങ്ങാനായി പോയാൽ ട്യൂബുലിൻ ഡൈമേഴ്സിന്റെ കണക്ഷൻ വീക്കാകും. ദിസ് ഇൻക്രീസ് ദ ചാൻസ് ഓഫ് മൈക്രോട്യൂബിൾ ബ്രേക്കിംഗ് അപ്പാർട്ട്. അപ്പോഴാണ് ഡീപോളിമറൈസേഷൻ നടക്കുന്നത്.
മനസ്സിലായോ? അതായത് GTPയുടെ ട്യൂബിലിൻ്റെ കൂടെ GTP ഉണ്ടെങ്കിൽ സ്റ്റേബിൾ ആണ്, അപ്പോൾ ഗ്രോത്ത് നടക്കും. പക്ഷെ സപ്പോസ് ആ GTP പൊട്ടി അവിടെ GDPയിലേക്ക് മാറിയാൽ ഇവർ അൺസ്റ്റേബിൾ ആയിട്ട് ഇവർ ഷ്രിങ്കേജ് സംഭവിക്കും. മനസ്സിലായോ? ഇനി GTP ക്യാപ്പ് എന്താണ്? വെൻ മൈക്രോട്യൂബിൾ ഗ്രോ റാപ്പിഡ്ലി ന്യൂ ട്യൂബുലൻ ഡൈമേഴ്സ് ആർ ആഡഡ് ഫാസ്റ്റർ ദാൻ GTP ക്യാൻ ബി ഹൈഡ്രലൈസ്. അതായത് അവിടെ മൈക്രോട്യൂബിൾസ് റാപ്പിഡ്ലി ഗ്രോ ചെയ്യുന്ന സമയത്ത് ട്യൂബുലൻ ഡൈമേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് വരികയാണ്. ഓക്കെ, ആൻഡ് ദിസ് റിസൾട്ട് ഇൻ എ GTP ക്യാപ്പ് അറ്റ് ദ എൻഡ് ഓഫ് മൈക്രോട്യൂബിൾ. അതായത് അന്നേരം മൈക്രോട്യൂബിളിന്റെ കൂടെ GTP ഉണ്ടാകും. സോ അത് എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഗ്രോത്ത് ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു GTP ക്യാപ്പ് പോയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ GTP ഹൈഡ്രലൈസ് ചെയ്ത് GDP ആയാൽ അപ്പം തന്നെ മൈക്രോട്യൂബിൾ എന്താ ചെയ്യുക? അൺസ്റ്റേബിൾ ആയിട്ട് അതിങ്ങനെ ചുരുങ്ങി വരും. ഓക്കെ, മൈക്രോട്യൂബിൾ വിത്ത് GTP ക്യാപ്പുള്ള മൈക്രോട്യൂബിൾസ് ആണ് സ്റ്റേബിളും എക്സ്പാൻഡ് ചെയ്ത് ഗ്രോ ചെയ്ത് വരുന്നത്. പക്ഷെ GDP ഉണ്ടെങ്കിൽ അതപ്പം തന്നെ അൺസ്റ്റേബിൾ ആണ്, അതിങ്ങനെ ഷ്രിങ്കേജ് സംഭവിക്കും, ഡീപോളിമറൈസേഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്